ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം. കാര്യം പലർക്കും അറിയാം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്നല്ലേ, നമുക്കൊരു 8 ലക്ഷം സബ്സ്ക്രൈബ് എത്തി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ഒരു ഒരു മധുരമാണ്. ഒരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? ഒരു ചെറിയ അളവിൽ ഒരു ശകലം സേമിയ പായസം, അതാണ് നമ്മളിന്ന് ചെയ്ത്. ഒരു കപ്പ് സേമിയ, ഇതുകൊണ്ട് നമുക്ക് ചെറിയ അളവിൽ ഒരു ടേസ്റ്റി ആയിട്ടൊരു പായസം. അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പാത്രം അടുപ്പത്തിട്ട് വെക്കാം. പായസം ഉണ്ടാക്കുമ്പോഴേ നല്ല വൃത്തിയുള്ള പാത്രം തന്നെ വേണം കേട്ടോ. കാര്യം എന്നു വെച്ചാൽ പാലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ നല്ല പാത്രം എടുക്കും. അപ്പോൾ നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടായതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കും. അപ്പം ഈ സേമിയ ആയാലും അടപ്രഥമനായാലും ഒട്ടുമിക്ക പായസങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഒരു 8 ലക്ഷം സബ്സ്ക്രൈബ് ആയതുകൊണ്ട് പായസം പറ്റുന്നേ ഉള്ളൂ. ഒരു പക്ഷേ അറിയാൻ പറ്റാണ്ട് കണ്ടോണം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ നെയ്യ് ചൂടായതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരിങ്ങ അതിനങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി ഈ മുന്തിരി ഒന്ന് വീർത്ത് വരണം. മുന്തിരിങ്ങ ഇങ്ങനെ കൊമ്പള പോലെ വീർക്കണം. അണ്ടിപ്പരിപ്പും മൂത്തിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ആ നെയ്ക്കകത്തുനിന്ന് ഇതിങ്ങിട്ട് കോരിയെടുക്കാം. ഈ ഒന്ന് കുറച്ച് വെച്ചിട്ട് എടുക്കണം. ഇതേപോലെ കിട്ടും. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ ആദ്യമേ ചെയ്തെടുക്കുന്നത് സേമിയ പായസമാണ്. കാര്യം എന്നാ വെച്ചാൽ ഒരുപാട് സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിക്കാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വിട്ടിരിക്കട്ടെ. ഇപ്പോൾ സേമിയ റോസ്റ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. അതാകുമ്പോഴത്തേക്കും നെയ്ക്കകത്തിട്ട് ചൂടാക്കിയാൽ മതി. പക്ഷേ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ ഈ നെയ്ക്കകത്തോട്ട് ഒരു കപ്പ് സേമിയ പൊടിച്ചത് അങ്ങോട്ട് ചേർക്കും. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഇങ്ങനത്തെ സേമിയ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചേ കൊടുക്കാവുള്ളൂ. തീ കൂട്ടി വെച്ച് കൊടുത്താൽ കരിഞ്ഞു പോകും. ചെറിയ തീയിൽ അത് റോസ്റ്റ് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ ഈ സേമിയ കണ്ട ഇതേപോലെ ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ പാൽ അടുപ്പിച്ച് വെച്ചിട്ട് വേണം. അടുപ്പിച്ച് വെക്കണം പാൽ. നമ്മൾ പാലൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു കവർ പാൽ, 1/2 ലിറ്ററിൻ്റെ ഒരു കവർ പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാതെ തീ കൂട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊരു 1/4 കപ്പ് ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു. ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിടുകയാണ്. ചവ്വരി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇച്ചിരി ചവ്വരിയൊക്കെ ഇടുമ്പോഴത്തേക്ക് പായസത്തിന് നല്ല കൊഴുപ്പ് കിട്ടും. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. നല്ലപോലെ തിളയ്ക്കട്ടെ. പാൽ തിളയ്ക്കുന്ന ആ ഒരു സമയം തിളച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു പോകാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ചവ്വരിയൊക്കെ ഇട്ടുകൊണ്ട് പായസം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. നമുക്ക് തണുത്ത് കഴിയുമ്പോൾ എന്തായാലും കട്ടിയാവും. നമുക്ക് കുറച്ച് പാലിടും. ഒരു 1/4 കപ്പ് പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പാൽ നമ്മളിവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ കുറുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു 1/4 കപ്പ് അളവിൽ പാലൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തിളപ്പിച്ച് വെച്ചിരുന്ന പാലൂടെ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത്. കാര്യം സേമിയ പായസത്തിന് ഏലക്കയൊക്കെ പൊടിച്ചിടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും അല്ലേ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ പായസം നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതാ ഇനി നമുക്ക് ഒരല്പം ദൈവം ഒഴിക്കാം. ഒരു ടീസ്പൂൺ അളവിൽ ഇട്ടാൽ മതി. മതി മതി. അതിന് ശേഷം ഒന്ന് ഇളക്കി നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നിർത്താം. 1 ലിറ്റർ പാലും 1/2 കപ്പ് സേമിയായി. അതാണ് നമ്മൾ ഇന്നത്തെ പായസത്തിൻ്റെ ഐറ്റങ്ങൾ. കാര്യം ഇതിപ്പം ഈ കുറുകുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, ഇച്ചിരി പാല് തിളപ്പിച്ചങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പം ആ കട്ട അങ്ങ് മാറിക്കോട്ടും. ഞങ്ങളുടെ കുഞ്ഞുമോള് പനിയായിട്ടിരിക്കുകയാണ്. ആശുപത്രി പോകാൻ പോവുക അല്ലേ? ബാബയ്ക്ക് മരുന്ന് മേടിക്കണ്ടേ? ഒരു ഹായ് പറഞ്ഞേര് മോനെ, എല്ലാവർക്കും ഇഷ്ടമാണ്. അത്തി പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോക്ക് കേട്ടോ. മോന് പായസം ഇഷ്ടമാണ്. വേണ്ടേ സേമിയ പായസം. നല്ല അടിപൊളിയായിട്ട് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ആരെയുണ്ട്, പല സ്ഥലത്തും പല രീതിക്കാണ് സേമിയ പായസം. എങ്ങനെ ഉണ്ടാക്കിയാലും സംഭവം ടേസ്റ്റ് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഷംല? മോന് സേമിയ പായസം ഇച്ചിരി അത്തി തരട്ടെ? നോക്ക്, ആദ്യം കുഞ്ഞിന് കൊടുക്കാം. സ്പൂണ് ചെറുതെങ്ങനെ ചൂടാറിയിട്ടുള്ളൂ. ഇച്ചിരി ഒന്ന് കുടിച്ചു നോക്കിക്കേ. നല്ലതാണെന്ന് പറയാം. 8 ലക്ഷത്തിന്റെ ആദ്യം ഞങ്ങളുടെ കുഞ്ഞു കുടിക്കട്ടെ. നല്ല പായസമാണോ? കേട്ടോ, അവിടെ കുഞ്ഞു വരെ പറഞ്ഞു നല്ല ഇച്ചിരി തരട്ടെ. എന്നാ സൂപ്പറാണോ? ഒന്ന് സൂപ്പറാ, ഇങ്ങനെ കാണിച്ച് സൂപ്പറാന്ന് പറ. ഇനി വേണോ? കുരു അല്ലടാ, അത് ഏലക്കാട്. എന്നാ ചൂടുണ്ടോ നോക്കണേ. ഷംല എന്താ ഷംല കൊടുക്കില്ല. ഇപ്പം നമുക്ക് ഈ പായസം ഉണ്ടാക്കാനും ഇതിനെല്ലാം അവസരം ഉണ്ടാക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. കാരണം ഈ 8 ലക്ഷം സബ്സ്ക്രൈബ് എത്തുക എന്ന് പറഞ്ഞാൽ മോശം കാര്യമൊന്നുമില്ല, വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും പേര് നമ്മുടെ സപ്പോർട്ടാകുക എന്ന് പറയുന്നത് ഒന്നും അല്ലാതെ നിന്ന് എനിക്കിവിടം വരെ എത്താനുള്ള പ്രധാന കാരണം നിങ്ങളെ എനിക്ക് തന്ന ഈ പിന്തുണയാണ് കേട്ടോ. അതൊരിക്കലും ഞാൻ മറക്കത്തില്ല. അല്ലേ ഷംല? നിങ്ങളെല്ലാവരും കൂടെ അല്ലേ നമ്മളല്ലേ ഇങ്ങനെ ഇത്ര ആക്കിയത്, ഇത്രയും വരെ 8 ലക്ഷം വരെ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാരണം ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഇപ്പം ഈ പായസം ഉണ്ടാക്കാൻ കാര്യവും നിങ്ങൾ തന്നെ. അപ്പം ഈ പിന്തുണയൊക്കെ തീർച്ചയായിട്ടും തുടർന്ന് നിങ്ങൾ ഞങ്ങൾക്ക് തരണം. കാര്യം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാനുണ്ട് ജീവിതത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി നമുക്ക് പായസം ഇച്ചിരി കഴിക്കാം. ഇത്തിരി ഷംല കുടിക്കുന്നുണ്ട്. കുഞ്ഞിനെ ഒന്ന് കൊടുക്കാം. കുഞ്ഞിനെ എടുക്കാം. 8 ലക്ഷത്തിൻ്റെ പായസം ഇച്ചിരി മധുരം കുടിക്കട്ടെ. മോനും കുടിച്ചു. നല്ല പായസം കേട്ടോ, അടിപൊളി പായസം, ഒരു പ്രത്യേക രുചി. ഇന്നത്തെ പായസത്തിന് ഒത്തിരി ദിവസമായിട്ടൊരു പായസം വെച്ചു. സാധാരണ രീതിയിലുള്ള ഇത് സാധാരണ രീതിയിലുള്ള പായസം തന്നെയാണ്. പക്ഷേ ഇന്ന് മധുരം ഇരട്ടിയുണ്ട്. അത് ഈ 8 ലക്ഷം ഈ സമ്മാനം തന്ന നമുക്ക് സന്തോഷവും എല്ലാം കൂടെ ആയപ്പോൾ ഈ മധുരവും കൂടെ ആയപ്പോഴത്തേക്ക് ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രം. തീർച്ചയായിട്ടും തുടർന്നും ഇതേപോലുള്ള ഒരു സഹകരണ മനോഭാവം എല്ലാവരും ഞങ്ങളോട് കാണിക്കണം. കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോകണം, പനിയായിട്ടിരിക്കുന്ന മോളാത്തി കുഞ്ഞിനെ കൊണ്ട് വന്നിട്ട് പായസം കുടിക്കാം കേട്ടോ. ചുമയൊക്കെയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സംഭവത്തിലും കൂടി ഇന്നൊരു മധുരം നമ്മൾ ചെയ്ത് നല്ല ഒരു അടിപൊളി ഒരു സേമിയ പായസം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇത് അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്, വലിയൊരു സംഭവമായിട്ടൊന്നും ആരും കരുതല്ലേ. നമ്മളിപ്പോൾ 8 ലക്ഷം സബ്സ്ക്രൈബ് എത്തിയതിന് ശേഷം ഒരു മധുരം കാണിക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.